ഈ ലസാഗു ഉസാഗയൊക്കെ നോക്കിയിരുന്നാലേ ഒന്നും നടക്കാൻ പോണില്ല. വിശന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കി കഴിച്ചോണം. അപ്പോൾ ഒരു ഇടികല്ലിലേക്ക് 2 കഷ്ണം ഇഞ്ചി, 8 വെളുത്തുള്ളി, 3 പച്ചമുളക്. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് ഇടിച്ച് ചതച്ചെടുക്കാം. ഇനി ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യും കുറച്ച് വെജിറ്റബിൾ ഓയിലും ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ചൂടാവുമ്പോൾ ഈ കാണുന്ന സ്പൈസസും ചേർത്ത് 2 മീഡിയം സവോള നൈസായിട്ട് സ്ലൈസ് ചെയ്തതും ഇടത്തരം ഒരു തക്കാളി കഷ്ണങ്ങളാക്കിയത്, ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം. ശേഷം മൂടി തുറന്ന് നോക്കുമ്പോൾ സവോളയെല്ലാം നന്നായിട്ട് വെന്ത് വഴണ്ടി വന്നിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു പിടി പുതിനയില, ഒരു പിടി മല്ലിയില, കുറച്ച് തൈര്, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇനി പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഇളക്കി വഴറ്റി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നതായി ഈ ഒരു പരുവത്തിൽ ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച 1/2 കിലോഗ്രാം പ്രോൺസും ചേർത്ത് കൊടുത്ത് ഈ പ്രോൺസ് എല്ലാം മസാലയിലേക്ക് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ച് ശേഷം മൂടി തുറന്ന് കഴുകി വെച്ചിരിക്കുന്ന 3 ഗ്ലാസ് ബസ്മതി റൈസും ചേർത്ത് ഈ ചെമ്മീൻ മസാലയിലേക്ക് നമ്മുടെ റൈസ് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. മസാലയുടെ ഗ്രേവി ഉള്ളത് കൊണ്ട് തന്നെ 6 ഗ്ലാസ് വെള്ളത്തിന് പകരം ഞാനൊരു 5 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒരു മുറി ചെറുനാരങ്ങയുടെ നീരും പിഴിഞ്ഞൊഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് മൂടി വെച്ച് ചെറുതീയിൽ ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്ത് ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുത്ത് ഇതുപോലൊന്ന് തട്ടിപ്പൊത്തി വെച്ച് ഒരു 10 മിനിറ്റോടെ വേവിച്ച് നമ്മൾ മൂടി തുറന്ന് നോക്കുമ്പോൾ ഈ റൈസും പ്രോൺസും ഒക്കെ നന്നായിട്ട് വെന്ത് മസാലയുടെയൊക്കെ ഒരു അടിപൊളി സ്മെല്ല് വരും. ആ സമയം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ഒരു സവോളയും ചേർത്ത് കൊടുത്ത് കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുത്താൽ നമ്മുടെ സംഭവം റെഡി. ഒരുപാട് ഹരിച്ചും കുണിച്ചും ഒന്നും നോക്കാൻ നിൽക്കണ്ട, വല്ലാണ്ട് അങ്ങ് വിശന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ചെമ്മീൻ ബിരിയാണിയാണ്. ഇത് കഴിക്കാൻ ഒരു സാലഡിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കല്ലേ. ഓക്കെ, ബൈ.